തത്തു സമന്വയാത്. തത് തത് ബ്രഹ്മ, തു ആകട്ടെ, സമന്വയാത് എല്ലാ ഉപനിഷത്തുക്കളും ഇതിലേക്ക് സമന്വയിച്ചിരിക്കുന്നതിനാൽ. തത്തു സമന്വയാത്, അതിൻ്റെ അർത്ഥം ഇവിടെ ബ്രഹ്മം എന്നതിലേക്കാണ് എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളുടെയും അർത്ഥം വിചാരം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത് എന്ന്. അതായത് ഉപനിഷത്ത് വാക്യങ്ങൾ നേരിട്ട് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. അതാണ് സമന്വയാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. സമന്വയിച്ചിരിക്കുന്നതിനാൽ എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളുടെയും ലക്ഷ്യം ആയിട്ടുള്ളത് ബ്രഹ്മം തന്നെയാകുന്നു എന്ന്. അപ്പം ഇങ്ങനെയാണ് ഈ 4 സൂത്രങ്ങൾ. അപ്പോൾ ഈ 4 സൂത്രങ്ങൾ ചതുസ്സൂത്രി എന്നാണ് അറിയപ്പെടുന്നത്. ഈ 4 സൂത്രങ്ങളെയും കൂടെ ചേർത്താണ് ചതുസ്സൂത്രി എന്നറിയപ്പെടുന്നത്. ചതുസ്സൂത്രി ആയി പഠിച്ചു കഴിഞ്ഞാൽ, സാധാരണ അത് മാത്രമേ പഠിക്കാറുള്ളൂ, പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം വ്യക്തമായി എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ എല്ലാ ഉപനിഷത്തുക്കളും ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ചില ഉപനിഷത്ത് വാക്യങ്ങളുണ്ട്. ഇതെല്ലാം ഭാഷ്യത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത്, ഛാന്തോഗ്യോപനിഷത്ത് 6:2-1. അതിൻ്റെ അർത്ഥം ഇതാണ്. സൗമ്യ പുത്രനെ വിളിച്ചിരിക്കുകയാണ്. ശ്വേതകേതോ എന്ന്, സൗമ്യ ശ്വേതകേതോ. സദേവ ഇതം അഗ്രേ ആസീത്, ഈ കാണുന്ന പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് സത്ത് ആയിരുന്നു എന്ന്. സത്തെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെ, ബ്രഹ്മമായിരുന്നു. ഇപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ഏകമേവാദ്വിതീയം എന്ന് ഛാന്തോഗ്യോപനിഷത്തിനകത്ത് 6:2-1 തന്നെ. ഈ ബ്രഹ്മം ഏകം ഏവ ഒന്ന് തന്നെയാകുന്നു, അദ്വിതീയം രണ്ടാമതൊന്ന് ഇല്ലാത്തതായ ഒന്ന് തന്നെയാകുന്നു എന്ന് ഛാന്തോഗ്യോപനിഷത്തിലെ 6:2-1 മന്ത്രത്തിൽ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. ആത്മാവാ ഇതമേക ഏവ അഗ്ര ആസീത്, ഐതരേയ ഉപനിഷത്തിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം ഈ മന്ത്രം. 1ാമത്തെ മന്ത്രമായിട്ടുള്ളത് ആത്മാവാ ഇതമേക ഏവ അഗ്ര ആസീത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മന്ത്രം കാണാം. അവിടെ ഇത് സർവം, ഇതം ഉത്പത്തിക്ക് മുമ്പ് ആത്മാവായിരുന്നു എന്ന്. അയം തദേതദ് ബ്രഹ്മ അപൂർവം അനപരം അനന്തം അബാഹ്യം, ഇത് സർവ്വതും ഉത്പത്തിക്ക് മുമ്പ് ആത്മാവായിരുന്നു എന്ന്. അപ്പം തദേതത് ബ്രഹ്മ, ഈ ബ്രഹ്മം അപൂർവം കാരണമില്ലാത്തതും അനപരം കാര്യമാവാത്തതുമാണ്, അനന്തം അങ്ങനെയുള്ള അത് അനന്തമാണ്. അതെങ്ങനെയുള്ള അനന്തമാണെന്ന അബാഹ്യം, പുറം എന്ന് പറയുന്ന ഒന്നില്ലാത്തതായ, അതാണ് ബാഹ്യമില്ലാത്തതായ അനന്തം. അതാണ് ഈ ബ്രഹ്മം. 5ാമത്തേത് അയമാത്മാ ബ്രഹ്മ സർവാനുഭൂഹു, അത് ബൃഹദാരണ്യോപനിഷത്ത് 2:5-19. ഈ ബ്രഹ്മം അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാ ബ്രഹ്മമാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അയമാത്മാ ബ്രഹ്മ സർവാനുഭൂഹു എല്ലാത്തിനെയും അറിയുന്നതാകുന്ന, എല്ലാം അറിയുന്ന അല്ലെങ്കിൽ എല്ലാം അനുഭവിക്കുന്ന ഇത് ബ്രഹ്മം തന്നെയാകുന്നു എന്ന്. ബ്രഹ്മ ഏവ ഏതദ് അമൃതം പുരസ്താത്, മുണ്ടകോപനിഷത്ത് 2:2-11. ഈ മുന്നിലും പിന്നിലും ഒക്കെയുള്ളത് ബ്രഹ്മം തന്നെയാകുന്നു എന്ന്. അപ്പം ഇങ്ങനെ
നമ്മളിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉപനിഷത്തുകളിൽ മന്ത്രങ്ങൾ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഈ മന്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പറയുന്നു എന്നത്. അതാണ് ഈ സമന്വയാത്ത് എന്ന് പറയുന്നത്. എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളും ബ്രഹ്മത്തിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ബ്രഹ്മത്തെ പ്രതിപാദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്ത് വാക്യങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ 4ാമത്തെ സൂത്രമായി. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വേദം ആംനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതദർത്ഥാനാം എന്ന ജൈമിനി സൂത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കർമ്മവും കർമ്മത്താൽ പ്രീതിപ്പെടുത്തുന്നതായ ദേവതകളെയും പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് വേദമെന്നും, അതിനാൽ വേദത്തിന് ഉപാസിക്കേണ്ട ദേവതകളെക്കുറിച്ച് പരാമർശിച്ചിട്ട് ഉപാസിക്കേണ്ടതും കർമ്മം ചെയ്യേണ്ടതുമായിട്ടുള്ള വിധങ്ങൾ പറഞ്ഞിട്ട് ഒരുവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന്. അങ്ങനെ ചോദന രൂപത്തിലായിട്ട് പ്രേരക രൂപത്തിലാണ്, വിധി രൂപത്തിലാണ് വേദം നിൽക്കുന്നത് എന്ന്. അതായത് വിധിക്കുന്നു, ഒരുവൻ ഇത് ചെയ്യണം എന്ന് വിധിക്കുന്നു. അപ്പം ഇപ്രകാരം വേദം ദേവതകളെക്കുറിച്ചും പറയുകയും കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തിനാണ് പ്രാധാന്യം. ഈ കർമ്മകാണ്ഡം ആവട്ടെ അത് ഒരു വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതാകുന്നു. കർമ്മകാണ്ഡത്തിലെ ഈ ഉപദേശം, അതായത് ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉപദേശം, ആ ഉപദേശത്തിന് ഉപരിയായിട്ട് കർമ്മത്തെക്കുറിച്ചല്ലാതെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സ്തുതിപരമായിട്ട് എടുക്കണം എന്ന്. ദേവതാസ്തുതിയാവാം, അല്ലെങ്കിൽ യജമാനിനെ സ്തുതിക്കുന്നതാവാം, അങ്ങനെ സ്തുതിപരമായിട്ട് എടുക്കണം. ഇനി അതുമല്ല എങ്കിൽ ആനർത്ഥക്യം അതദർത്ഥാനാം എന്ന്. ആംനായസ്യ ക്രിയാർത്ഥത്വാത്, ആംനായം എന്ന് പറയുന്ന വേദം, വേദത്തിന് ക്രിയാപരത്വമാണുള്ളത്, അത് ക്രിയയെക്കുറിച്ചാണ് പറയുന്നത്. ആനർത്ഥക്യം അതദർത്ഥാനാം, മറ്റുള്ള അർത്ഥങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ല എന്ന്, മറ്റർത്ഥങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ആനർത്ഥക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് വേദം പറയുന്നത് എന്ന് പൂർവപക്ഷികൾ പറയുന്നു എന്ന്. അതാണ് പൂർവപക്ഷം, ആണ് ഇവിടുത്തെ. ആരാണ് ഈ പൂർവപക്ഷം എന്ന്? വൈദികരായിട്ടുള്ള കർമ്മകാണ്ഡികൾ എന്ന് നമ്മൾ പറയുന്ന ഈ വേദത്തെ അനുകൂലിക്കുന്ന ജൈമിനി മഹർഷിയെ പിന്തുടരുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടുത്തെ പൂർവപക്ഷക്കാർ. അപ്പം അവരെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് തു എന്നവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ആകട്ടെ, നിങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ആകട്ടെ, അതല്ല എന്നർത്ഥം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സമന്വയാ തദ് എന്ന്. തത്, അപ്പോൾ ഈ അത് ബ്രഹ്മം. അപ്പോൾ നമ്മളിവിടെ അത് എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെയാണ്. അപ്പം ബ്രഹ്മമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെ? ശാസ്ത്രയോനിത്വാത്, ശാസ്ത്രത്തിലൂടെ ശാസ്ത്രം വേദമാണല്ലോ, അപ്പം വേദത്തിലൂടെ അല്ലെങ്കിൽ ശ്രുതി പ്രമാണത്തിലൂടെ നൽകിയിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. ശ്രുതി പ്രമാണം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എങ്ങനെ മനസ്സിലാക്കാം? അത് ഒരു ശ്രുതിയിൽ കൂടെയല്ല, പകരം ഉപനിഷത്താണ്. അതുകൊണ്ടാണ് ഈ ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഭിന്നാധികാരത്വമുണ്ട്. അത് കർമ്മകാണ്ഡത്തിൻ്റെ അധികാരിയല്ല, ജ്ഞാനകാണ്ഡത്തിൻ്റെ അധികാരി. അപ്പം നമ്മൾ ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭാഗത്തെയാണ്. വേദാന്തം, ജ്ഞാനകാണ്ഡം, ഉപനിഷത്ത് ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെ. അപ്പം അവിടുത്തെ അധികാരി ഭേദമുണ്ട്. അപ്പം ഇത് അഥാതു ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങിയിട്ട് എന്താണ് ബ്രഹ്മമെന്നറിയാൻ ആഗ്രഹിക്കുന്നു
ഒന്ന്, എന്താണ് ബ്രഹ്മം? ചോദ്യം. ഉത്തരം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അല്ലെങ്കിൽ ജഗത്ത് ഏതിൽ നിന്നുണ്ടായോ അത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ ശാസ്ത്രത്തിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ ശാസ്ത്രവാക്യങ്ങളും ഇതുതന്നെ, ബ്രഹ്മത്തെ തന്നെ പറയുന്നു എന്ന്. ഇതാണ് ഈ 4 സൂത്രങ്ങളെയും കൂടെയുള്ള അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പോകുന്നു ഈ അർത്ഥം? അർത്ഥം എന്ന് പറയുന്നത് അഥാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മം? ചോദ്യമാണ്. ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അറിയാനുള്ള ആഗ്രഹം. അപ്പം ചോദ്യം, എന്താണ് ബ്രഹ്മം? അപ്പോൾ എന്താണ് ബ്രഹ്മം? പ്രപഞ്ച ഉത്പത്തിക്ക് കാരണമായതെന്തോ അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ബ്രഹ്മം. ഇതെങ്ങനെ മനസ്സിലാക്കാം? ശാസ്ത്രയോനിത്വ, ശാസ്ത്രത്തിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. ശാസ്ത്രയോനിത്വമാണ് ബ്രഹ്മത്തിനുള്ളത്. അതായത് പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നു, പക്ഷെ ബ്രഹ്മത്തെ നാം അറിയുന്നില്ല. പഞ്ചപ്രമാണങ്ങൾക്കും വിധേയമല്ല ബ്രഹ്മം എന്നതിനാൽ, അല്ലെങ്കിൽ പുരുഷ പ്രണീതം എന്ന് പറയുന്നത്, പുരുഷാധീനം എന്ന് പറയുന്നത് സാധ്യമല്ല. പുരുഷന് അധീനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് അധീനമായിട്ടുള്ള ഒന്നിനാലും അറിയാനോ അനുഭവം കൂടെ ചേർത്തു, അറിയാനോ അനുഭവിക്കാനോ സാധ്യമല്ല എന്ന്. അതാണ് പുരുഷാധീനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ചോദ്യം, ഇങ്ങനെ ഓരോ ഇതിനും ചോദ്യങ്ങളും ഉണ്ടാവും, ഉത്തരങ്ങളും ഉണ്ടാവും. പുരുഷനാൽ അറിയാൻ സാധിക്കുന്നില്ല, പുരുഷാധീനമല്ല എന്ന്. കർമ്മഫലം പുരുഷാധീനം. എന്തുകൊണ്ട്? കർമ്മഫലം, കർമ്മത്താൽ ആണ് കർമ്മഫലം ഉണ്ടാകുന്നത്. കർമ്മം പുരുഷാധീനം, കാരണം കർമ്മം എന്ന് പറയുന്നത് പുരുഷൻ ചെയ്യുന്നതാണ് എന്ന്. അപ്പം കർത്തൃവിധേയമാണ് കർമ്മം, കർത്തൃവിധേയമായിട്ടുള്ളതല്ല ബ്രഹ്മം എന്ന്. അതിനാൽ കർമ്മഫലത്തിൻ്റെ അതേ സ്ഥാനത്ത് ബ്രഹ്മത്തെ കാണാൻ സാധ്യമല്ല, രണ്ടും രണ്ടാണ് എന്ന്. അതുകൊണ്ടാണ് ഭിന്ന വിഷയത്വാത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ വിഷയങ്ങളാണ്. അപ്പോൾ വേദത്തിൻ്റെ പൂർവകാണ്ഡത്തിൻ്റെ വിഷയം കർമ്മഫലം, സിമ്പിളായിട്ട് പറഞ്ഞാൽ കർമ്മഫലമാണ് ഒരു വേദത്തിൻ്റെ പൂർവകാണ്ഡം. അതേസമയം ജ്ഞാനഫലമാണ്, ജ്ഞാനം കൊണ്ട് മാത്രം നേടേണ്ട ഒന്നാണ് ബ്രഹ്മജ്ഞാനം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുക്തി എന്നുള്ള വിഷയമാണ് ഉത്തരകാണ്ഡം അഥവാ ജ്ഞാനകാണ്ഡം അഥവാ ഉപനിഷത്തുകളുടെ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് ഒരുവന് ആകാംക്ഷ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടാകുന്നത് അവനവൻ്റെ ഉത്പത്തിയെക്കുറിച്ചൊരുവൻ അന്വേഷിക്കുമ്പോഴാണ്. ആ അന്വേഷണം പോയി നിൽക്കുന്ന ഇടമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതായത് അന്വേഷണത്തെ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനെല്ലാം കാരണം? ആ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നാമരൂപങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല. ഇപ്പോൾ ഒരുവൻ്റെ മനസ്സിൽ കൂടി എന്തെല്ലാം വിചാരങ്ങൾ കടക്കുന്നു, ഒരുവൻ്റെ അനുഭവത്തിന് എന്തെല്ലാം കാരണമാകുന്നു, ഒരുവൻ്റെ അസ്തിത്വത്തിന് എന്തെല്ലാം കാരണമാകുന്നു, സ്ഥൂല ശരീരം തുടങ്ങിയിട്ടുള്ള ബാഹ്യ ലോകങ്ങൾക്ക് എന്തെല്ലാം കാരണമാകുന്നുണ്ടോ, അങ്ങനെ ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമായിട്ടുള്ള എല്ലാത്തിനും ആ വ്യക്തിക്കും കാരണമായിട്ടുള്ളതെന്ത് എന്ന അന്വേഷണമാണ് അവിടെ ഒരുവനെ സത്യാന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ സത്യാന്വേഷണത്തിലേക്ക് നയിക്കുന്നത്. ആ സത്യാന്വേഷണമാണ് കൊണ്ടെത്തിച്ചേർക്കുന്നത് ബ്രഹ്മത്തിൽ എന്ന്. സത്യാന്വേഷണം രണ്ടിടത്ത് കൊണ്ടെത്തിക്കാം. ഒന്ന് വ്യവഹാരത്തിൽ തന്നെ ചുറ്റിച്ച് കൊണ്ട് നടക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മത്തിൽ കൊണ്ടെത്തിക്കാം. അപ്പോൾ സത്യാന്വേഷണം വ്യവഹാരത്തിൽ തന്നെ കൊണ്ടെത്തിക്കുമ്പോഴാണ് പല പല അറിവുകളുടെ പിന്നാലെ പോകുന്നു. ആ അറിവുകൾ കൊണ്ട് ഓരോന്നും നേടുന്നു എന്ന്. അറിവുകൾ നേടുന്നു, അറിവുകൾ ഉപയോഗിക്കുന്നു. ഒന്നുകിൽ ആ അറിവ് ഡയറക്റ്റായിട്ട് അപ്പോൾ തന്നെ ഫലം ലഭിക്കുന്നതാവാം, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് ഫലം കർമ്മത്തിലൂടെ നേടുന്നതാവാം. അപ്പോൾ തന്നെയുള്ള ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, അത് കേട്ട് സന്തോഷിക്കുന്നു, കണ്ട് സന്തോഷിക്കുന്നു. ഇതെല്ലാം ഓരോ തരത്തിലുള്ള അറിവുകൾ ഓരോരുത്തർ പ്രകടമാക്കുന്നു. ഇപ്പം ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ഒരാൾ പ്രകടമാക്കുന്നു, ചിത്രം നമ്മൾ കണ്ടു, സന്തോഷിച്ചു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് സന്തോഷിക്കുന്നതിനകത്ത് കർമ്മമൊന്നുമില്ലല്ലോ എന്നാണ്.
അപ്പം കണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞ ഒരു ജ്ഞാനത്താൽ തന്നെയാണ് സന്തോഷിച്ചത്. സന്തോഷം ഉണ്ടായത് ഉണ്ട്, പക്ഷേ അത് വ്യവഹാരത്തിൽ തന്നെയാണ്. അതാണ് അനിത്യസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അനിത്യസുഖപ്രാപ്തി അതേമാതിരി അത് വ്യവഹാരത്തിലൂടെ ലഭിക്കുന്നതും, നിത്യസുഖപ്രാപ്തി അത് ബ്രഹ്മജ്ഞാനത്തിലൂടെ ലഭിക്കുന്നതും. പിന്നീട് അനിത്യസുഖപ്രാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് സുഖം തന്നെയാണ്. അനിത്യസുഖപ്രാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് വൃത്തി അപേക്ഷത്വമുള്ളതായ സുഖമാണത്. അപ്പം വൃത്തി, അതായത് സുഖവൃത്തി വരുന്നു, സുഖവൃത്തി നിൽക്കുന്നു, സുഖവൃത്തി പോകുന്നു, അങ്ങനെ ഉള്ള വൃത്യാപേക്ഷത്വം വ്യവഹാരത്തിൽ ലഭിക്കുന്ന സർവ്വസുഖങ്ങൾക്കും ഉണ്ടായിരിക്കും. ബ്രഹ്മസംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി അപേക്ഷത്വം ഇല്ല. അതുകൊണ്ട് സുഖവൃത്തി വരിക, സുഖവൃത്തി നിൽക്കുക, സുഖവൃത്തി പോകുക എന്ന് പറയുന്നത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ മാതിരിയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അജം നിർവികൽപ്പം നിരാകാരം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അജം ജനിക്കാത്തതാണ്, നിർവികൽപ്പം വികൽപ്പങ്ങളില്ലാത്തതാണ്, നിർവികാരം വികാരങ്ങളില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുഖവൃത്തി വരിക, സുഖവൃത്തി നിൽക്കുക, സുഖവൃത്തി പോകുക, ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് രണ്ടും വ്യക്തമായിട്ട് തന്നെ രണ്ടാണ് എന്ന്. അതിനാൽ ഇവിടെ നമുക്ക് പറയാം, വേദം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദേവത, കർമ്മഫലം, കർമ്മം, ഇങ്ങനെയുള്ള വ്യവഹാര സംബന്ധമായ കാര്യങ്ങൾ വേദത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നു. അതുകൊണ്ട് അത് ഏതൊരുവനാണോ അതിന് യോഗ്യൻ, അങ്ങനെയുള്ള അധികാര ഭേദം അവിടെയുണ്ട്. അതായത് കർത്തൃത്വാഭിമാനി ആണ് അവിടുത്തെ അധികാരി എന്ന്. രണ്ടാമത് നമുക്ക് വേദാന്തം ഉപനിഷത്ത് പറയുന്നത്, അത് അവിടെ ശ്രവണ ആത്മാവാരെ ദ്രഷ്ടവ്യ, ആത്മാവിനെയാണ് കാണേണ്ടതെന്ന് പറയും. അത് ചക്ഷുക്കൾ കൊണ്ട് കാണുക എന്നർത്ഥമുള്ളതല്ല, അവിടെ ദർശനം ആണ് ഉദ്ദേശിക്കുന്നത്. ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കണ്ണുമായിട്ട് ഇതിൽ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തത കിട്ടേണ്ട ഒരു മേഖലയാണത്. ആത്മാവാരെ ദ്രഷ്ടവ്യ ശ്രോതവ്യ. അപ്പോൾ ദ്രഷ്ടവ്യ എന്ന് പറയുമ്പോൾ കാണണമെന്ന് പറഞ്ഞു. അപ്പം കാണാൻ എന്താ ചെയ്യേണ്ടത്? കേൾക്കണം എന്ന്. അപ്പം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചക്ഷു സംബന്ധമല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചേക്കണം. അത് ദ്രഷ്ടവ്യ, ആത്മാവിനെക്കുറിച്ച് കേൾക്കണം. ആരിൽ നിന്ന് കേൾക്കണം? അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഈ ഉപനിഷത്ത് വാക്യങ്ങളിലൂടെയാണ് ആത്മാവിനെ അറിയേണ്ടത്. മറ്റ് സ്ഥലങ്ങളിലൂടെ അറിയാൻ പാടില്ല എന്ന്. മറ്റെവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് ഇതാണ് ആത്മാ എന്ന് പറഞ്ഞാൽ, ആത്മാ എന്താണ്, ഞാൻ ആവാഹിച്ചു കൊണ്ടുവരും, ഞാൻ പറഞ്ഞു വിടും. ഈ ആത്മാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ പറയുന്ന പോലെ ഈ ശബ്ദങ്ങൾ മുഴക്കിക്കൊള്ളൂ, അങ്ങനെ മുഴക്കി കഴിയുമ്പോൾ ഈ ആംഗ്യങ്ങൾ കാണിച്ചുകൊള്ളൂ. ഇത് ആത്മാവ് ഈ ശബ്ദം മുഴക്കി, ഈ ശബ്ദമെന്നേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഈ ശബ്ദങ്ങൾ മുഴക്കി ഈ ആംഗ്യങ്ങളെന്നേ പറയുന്നുള്ളൂ. ഈ ആംഗ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാ ഇവിടേക്ക് വരുന്നു, പിന്നെ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ പോകും. ഇനി അത് അപ്പോൾ ഇതേമാതിരിയാണെങ്കിലോ ഈ മാതിരിയുള്ള ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്. അതായത് ഇവിടെ ഏതാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആത്മാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ നമ്മുടെ സങ്കല്പത്തിലുള്ള ജീവാത്മാക്കളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ജീവാത്മാ എന്ന് പറയുന്നത് ഈ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു പ്രേതം എന്ന് പറയുമ്പോൾ, ഈ ആത്മാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതാണ് കയറി തലയിൽ വരുന്നത്. അത് കാരണം എല്ലാവരും ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരോക്ഷത്വമുണ്ട്, അല്പത്വമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കൾ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പിന്നെ പ്രത്യക്ഷമല്ലല്ലോ, പിന്നെ ഒരു പരോക്ഷത്വമുണ്ട്. അത് പിന്നെ അതിനെന്താ പറയുക, വിചിത്രാകാരം ഉണ്ടാവും. അത് ചില ദർശനങ്ങൾ കൊണ്ട് കിട്ടും. അപ്പോൾ ആ മാതിരിയുള്ള നോഷനിലേക്കൊന്നും പോരുത്. ആത്മാ എന്ന് പറഞ്ഞാൽ അത് കോൺസെപ്റ്റാണ്, അല്ലാതെ ആർക്കും ഇവിടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിട്ടൊന്നുമല്ല. അത് ബ്രഹ്മം എന്താണോ അതിനെന്ത് മറ്റൊരു പേരാണ് ആത്മാ എന്ന്. അത്രയേ ഉള്ളൂ. അപ്പം ബ്രഹ്മത്തിന് കൊടുത്തിരിക്കും ആത്മാവാരെ ഇതമഗ്ര ആസീത് എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. പ്രപഞ്ചോത്പത്തിക്ക് മുമ്പ് ഇവിടെ ആത്മാവ് ഉണ്ടായിരുന്നത്. അപ്പം സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ആത്മാവാരെ ഇതമഗ്ര ആസീത് എന്ന് ഐതരേയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ
ഛാന്തോഗ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സത്ത്, ഐതിരേയത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാ എന്ന് പറഞ്ഞ ഇവ രണ്ടും രണ്ടല്ല, ഒന്നിനെക്കുറിച്ച് തന്നെയാകുന്നു ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന്. ഏകവും അദ്വിതീയവുമായിട്ടുള്ള ബ്രഹ്മ. എന്താണ് ഏകവും അദ്വിതീയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏകം, ഇവിടെ ഈ ഭേദകൽപ്പന ഉണ്ടാകുന്നതിന് 3 തലങ്ങളിലാണ് ഈ ഭേദകൽപ്പന, മൂന്ന് വിഭാഗം, കാറ്റഗറീസിലാണ് പറയുന്നത്. ഒന്ന് വിജാതീയ ഭേദം, 2 സജാതീയ ഭേദം, 3 സ്വഗത ഭേദം. ഇത് പറയും സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതം ബ്രഹ്മ. ഇതാണ് ബ്രഹ്മത്തിൻ്റെ വേറൊരു നിർവചനം. അപ്പോൾ സജാതീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം വിജാതീയം എടുക്കാം. വിജാതീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ധാരാളം മൃഗങ്ങൾ, ആ മൃഗങ്ങളിലെ ഒരു വിഭാഗമാണ് പശുക്കൾ. അപ്പം മൃഗങ്ങളിൽ പശുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പം അവിടെയാണ് വിജാതീയം വന്നു. മൃഗങ്ങൾ പല ജാതികളാണ്, അതിലൊരു ജാതി പശുക്കൾ എന്ന് പറയും. അപ്പോൾ അതങ്ങനെയാണ്. അതാണ് വിജാതീയ ഭേദം വന്നു. ഇനിയും പശുക്കളിൽ പലവിധമുണ്ട്. പശുക്കളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ പശു എന്നും ജേഴ്സി എന്നും പറഞ്ഞ് അങ്ങനെ വേർതിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വജാതികളിൽ സജാതികളിൽ ഭേദം എന്നർത്ഥം. സജാതി എന്ന് പറഞ്ഞാൽ ഒരേ ജാതി, ആ ജാതിക്കുള്ളിൽ തന്നെ ഭേദം. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ വർണ്ണഭേദങ്ങളൊക്കെ കൊടുക്കാം. നീല പീതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, പീതം, പിന്നെന്താ കറുത്തതും വെളുത്തതും പശുക്കൾ എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയ പശുക്കൾ, വളരെ ഉയരമുള്ള പശുക്കൾ, ഈ മറ്റേ ഇവിടെയുള്ള ഗുജറാത്തിലെയൊക്കെ നല്ല താടി ചെവിയൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പശുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒക്കെ സജാതീയ ഭേദങ്ങൾ. പിന്നെ ഒരു പശുവിനെ മാത്രം എടുക്കുക. ആ പശു ഏത് പശു ആയിക്കോട്ടെ, ആ പശുവിനാണെങ്കിൽ കൈകാൽ ഭേദങ്ങളുണ്ട്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വേറെ, കാല് വേറെ, വയറ് വേറെ, കൊമ്പ് വേറെ, കൊമ്പുണ്ടെങ്കിൽ കൊമ്പ് വേറെ, താടി ഇത് വായു വേറെ, മൂക്ക് വേറെ, ഇങ്ങനെ ഭേദങ്ങളൊക്കെ ഉണ്ട്. അതാണ് സ്വഗത ഭേദം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പം നമ്മൾ പലതിൽ ഒരു വിഭാഗത്തിനെ എടുക്കുന്നു, ആ ഒരു വിഭാഗത്തിൽ തന്നെ ഒന്നിനെ വേർതിരിക്കുന്നു. ആ ഒന്നിൽ തന്നെയാണെങ്കിൽ അനേക വിധത്തിലുള്ള അവിടെ ഭേദങ്ങളും കാണും. ഇങ്ങനെയാണ്. അതാണ് ആദ്യത്തേത് വിജാതീയം, പിന്നെ സജാതീയം, പിന്നെ സ്വഗത ഭേദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭേദങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത് നാനാത്വമാണ് എന്നർത്ഥം. അതാണ് നാനാത്വം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഭേദങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് നാനാത്വം. അപ്പം ബ്രഹ്മമാണെങ്കിലോ സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതം എന്ന്. അങ്ങനെ വരുമ്പോൾ സ്വഗത ഭേദം, അതായത് വിജാതീയമില്ല സജാതീയവുമില്ല, ഏകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈകാൽ ഭേദങ്ങളുണ്ടെങ്കിൽ ഇതാ അയം ഈ രൂപം, ഈ രൂപത്തിന് ശിരസ്സുണ്ട്, പാദമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഗത ഭേദം വന്നു എന്ന്. പിന്നെ വേറൊന്നുണ്ട്, അതായത് ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആവട്ടെ, ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിജാതീയവും സജാതീയവുമായിട്ടുള്ള വിജാതീയ ഭേദം അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ആ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ദേശകൽപ്പന വന്നു. ആ ദേശകൽപ്പന വന്നു കഴിഞ്ഞാൽ അവിടെ ഊർധ്വലോകമെന്നോ അധോലോകമെന്നോ പുരതഹ എന്നോ പൃഷ്ഠതഹ എന്നോ, മുന്നിലെന്നോ പുറകിലെന്നോ മുകളിലെന്നോ താഴെയെന്നോ സ്വർഗത്തെന്നോ ഭൂമിയിലെന്നോ പാതാളത്തിൽ ഏതെങ്കിലും സ്ഥലത്തിലൊരു സ്ഥലകൽപ്പന വന്നു കഴിഞ്ഞാൽ ആ സ്ഥലകൽപ്പന എന്ന് പറഞ്ഞാൽ ആകാശകൽപ്പനയാണ്. ആകാശകൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം അനന്തതയുള്ളതാണ് ആകാശം. അപ്പോൾ അനന്തതയുള്ള ഈ ആകാശത്തിൽ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള പരിമിതത്വം വന്നു. ഇനി അറിയുന്ന ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ വീണ്ടും കൽപ്പന കൊടുത്തു വെച്ചു എന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടിയും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗകൽപ്പന കൊടുത്തല്ലോ. അംഗകൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ കൈകാലുകളെന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണത്തിന് കൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അംഗകൽപ്പന ചെയ്താൽ ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ കൂടിയും
കയ്യ് ശരീരവുമായിട്ട് അത് ഈ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൈക്കും പിന്നെ ഈ ശരീരവുമായിട്ട് അവിടെ പല ഇടങ്ങളിലായിട്ട് അവിടെ ഇതുണ്ടാവും, സ്പേസ് ഉണ്ടാവും എന്നുള്ളത്. അത് വിരലുകൾക്കിടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇതിനൊന്നും ഭേദം കൽപ്പിക്കാൻ പറ്റത്തില്ല. വിരലുകൾക്കുള്ള പല വലിപ്പങ്ങളുള്ള വിരലുകൾ. അപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപകൽപ്പന ചെയ്താൽ പോലും അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞ ഒരു പുരുഷാകാരം ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന്. ഒരു ആകാരം വേണമല്ലോ. ഒരു പുരുഷാകാരം ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഇപ്പം നാസാരന്ധ്രങ്ങൾ, ഉദാഹരണത്തിനെടുത്തു കഴിഞ്ഞു, നാസാരന്ധ്രമുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നാസാരന്ധ്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നാസികയ്ക്കുള്ളിലെ ആകാശമാണല്ലോ, അവിടെ പുരുഷനല്ല ഉള്ളത്. നമ്മുടെ മൂക്കിനുള്ളിലുള്ള ഒരു ആകാശമുണ്ടല്ലോ, ഈ ആകാശം വേറെ ആർക്കും അവകാശമില്ല എങ്കിൽ കൂടിയും, മറ്റാരും ഇതിനകത്ത് കൈ കടത്തുന്നില്ല എങ്കിൽ കൂടിയും, ആ ആകാശമുള്ള ഇടത്ത് ശരീരത്തിൻ്റെ ഒരു ഭാഗവുമില്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പാടാണ്. അതാണ് ഇങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഈ ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ പോലും സ്വഗതഭേദം പലതരത്തിൽ നമുക്ക് കാണാം. സ്വഗതഭേദമുണ്ട്, പ്ലസ് അതിനോടൊപ്പം തന്നെ വിജാതീയ ഭേദമുണ്ട്. ഇനി ആ പുരുഷനിൽ നമ്മൾ ഇനിയിപ്പോൾ പുരുഷനെ സേവിക്കാൻ വേണ്ടിയിട്ട് ദേവതകളൊക്കെ നമ്മൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ സജാതീയ ഭേദവുമുണ്ട്. എല്ലാ തരത്തിലും ഭേദങ്ങളും അവിടെ വന്നു എന്ന്. അപ്പം ചുരുക്കത്തിൽ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ബ്രഹ്മമാവത്തില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഉപനിഷത്ത് വാക്യങ്ങൾ പറയുന്നതെന്നാണ് ഇതിനകത്തൂടെ നമുക്ക് കാണുന്നത്. അപ്പം പിന്നെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ബ്രഹ്മത്തിന് സജാതീയ വിജാതീയ സ്വഗതഭേദരഹിതമാണെന്നും പറയുന്നതിനോടൊപ്പം പറയുകയാണ് അയമാത്മാ ബ്രഹ്മ എന്ന്. നമ്മൾ ഇതിനകത്ത് മാണ്ഡൂക്യത്തിലും കണ്ടു, അയമാത്മാ ബ്രഹ്മ എന്ന് കണ്ടു. അയമാത്മാ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഈ ആത്മാവാണ് ബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഏതിലേക്ക് വന്നു? ഒരുവനെ ഭോക്ത എന്ന രീതിയിൽ ഒരുവൻ അവനവനെ തന്നെ എടുക്കുന്നു. അഹം ഭോക്ത, അങ്ങനെയാണല്ലോ എടുക്കുന്നത്. അഹം ദൃഷ്ട എന്നെടുക്കുന്നു, അഹം ഭോക്ത എന്നെടുക്കുന്നു. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അഹം എന്നെടുക്കുന്നത് ഒരു സൃഷ്ടിക്കപ്പെട്ട ജഗത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ സ്വയം തന്നെ അഹം എന്നെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ അഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ് ഭോക്ത എന്ന് പറയുന്നത്. ആ ഭോക്താവാണ് കർത്താവാകുന്നത്, ആ ഭോക്താവാണ് ജ്ഞാതാവാകുന്നത്. അതുകൊണ്ട് ഭോക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവുമാണ് ജ്ഞാതാവുമാണ്. ഇങ്ങനെ ആകെക്കൂടെ ഇത്രയേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഹത്തിനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? കർത്താ ജ്ഞാതാ ഭോക്ത. നമ്മൾ ഒരുപാട് തലപോഞ്ഞ ആലോചിക്കുകയൊന്നും വേണ്ട. കർത്താ ജ്ഞാതാ ഭോക്ത എന്ന് പറയുന്ന 3 ഐഡൻറ്റിറ്റിയിൽ ഇതാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന 3 മേഖല. ഇതിനപ്പുറത്ത് 4ാമത് മേഖലകളൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്നതാണ്. ചുരുക്കത്തിൽ എല്ലാം കൂടി ചുരുക്കി അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ആരാണ്, ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ എവിടെ എത്തുന്നത്? കർത്താ ജ്ഞാതാ ഭോക്ത എന്നതിലെ എത്തത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല എന്നതാണ്. ഒന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരും അതിൻ്റെ എല്ലാം ആബ്സെൻസ് എന്ന് പറയും. കർത്താവായ ഞാൻ, കർത്താവല്ലാത്ത ഞാൻ, ഭോക്താവായ ഞാൻ, ഭോക്താവല്ലാത്തതായ ഞാൻ, പിന്നെ ജ്ഞാതാവായ ഞാൻ, ജ്ഞാതാവല്ലാത്തതായ ഞാൻ. ഇതിലേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ സർവ്വനിഷേധങ്ങളോടും കൂടിയിട്ട് ഞാനെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കർത്താ ഭോക്ത ജ്ഞാത എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. പക്ഷേ സർവ്വം നിഷേധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് നിഷേധിച്ച് കഴിഞ്ഞാൽ നിഷേധിക്കുന്നതിനകത്തൂടെ നമ്മൾ നിഷേധിക്കുന്നത് വാക്കിലൂടെ നിഷേധിക്കുന്നുള്ളൂ. പക്ഷെ സ്റ്റില്ല് നമ്മൾ ജ്ഞാത എന്നതിൽ തന്നെ നിൽക്കുന്നു എന്ന്.
ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കും. അവൻ ചുരുക്കത്തിൽ അവിടെ നമുക്ക് തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവാണ് സ്വയം ഒരുവന് വിചാരം ചെയ്തുകൊണ്ട് ഈ ആത്മാ എന്നതിലേക്ക് എത്തിയാൽ അവിടെ ഈ കർത്തൃത്വാഭിമാനി അഥവാ അജ്ഞാനി എന്ന്, കർത്തൃത്വാഭിമാനിയാണ് അജ്ഞാനി എന്ന് പറയുന്നത്. അജ്ഞാനിയിൽ അവസാനിക്കും ഈ ആത്മാന്വേഷണം. ആ അജ്ഞാനിയിൽ അവസാനിക്കരുത് ആത്മാന്വേഷണം ഉള്ളതുകൊണ്ട് ഈ ആത്മാ ബ്രഹ്മമാണ് എന്ന ഉപദേശം അവിടെ കിട്ടുന്നു. അയമാത്മാ ബ്രഹ്മ എന്ന്. അപ്പം ഈ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ചു കഴിയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ മുഴുവൻ നിർവചനങ്ങളും കൂടെ അവിടെ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ അയമാത്മാ ബ്രഹ്മ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മത്തിൻ്റെ മുഴുവൻ നിർവചനങ്ങളും എന്താ? സദൈവ സൗമ്യതമഗ്രാസീത്, അത് പഠിച്ചു വെക്കണം. അത് പഠിച്ചതിന് ശേഷം തസ്മാത് വാ ഏതസ്മാത് ആത്മന ആകാശ സംഭൂതക എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചോത്പത്തി ഉണ്ടായ മുഴുവനും അത് അറിഞ്ഞു വെക്കണം. പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചില മന്ത്രങ്ങൾ കണ്ടല്ലോ, തദേതത് ബ്രഹ്മ അപൂർവം അനപരം. ഇതിൽ വളരെ രസകരമായിട്ടുള്ള വാക്കാണ് ഈ അപൂർവം എന്നും അനപരം എന്നും പറഞ്ഞിരിക്കുന്ന പ്രയോഗം. ബ്രഹ്മ അപൂർവമാണ്, അത് മനസ്സിലാക്കണം. അപ്പം ചുരുക്കത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അതാണ് ആത്മാ എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടെ വരാവുന്ന ഒരു പ്രശ്നമാണ് പാരോക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം വരും. അതായത് അസംഭാവന, വിപരീത ഭാവന, പിന്നെ പാരോക്ഷ്യം. നമ്മൾ ഈ ശാസ്ത്രത്തിലേക്കൊക്കെ വന്നു, ശാസ്ത്രമൊക്കെ പഠിച്ചു തുടങ്ങി. ഉപാസനാപരമായിട്ടല്ല നമ്മുടെ മനസ്സ് നിൽക്കുന്നത്, കർമ്മപരമായിട്ടുമല്ല നമ്മുടെ മനസ്സ് നിൽക്കുന്നത്, ജ്ഞാനത്തിൽ തന്നെയാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. മുക്തി തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത്രയുമൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടുന്നതായിട്ടുള്ള 3 മേഖലയാണ്. ഒന്ന് അസംഭാവന, അതായത് ബ്രഹ്മജ്ഞാന വൃത്തി, നമുക്ക് ജ്ഞാനവൃത്തി ഉണ്ടാവാതെ പോകുന്നു. അതാണ് അസംഭാവന എന്ന് പറയുന്നത്. സംഭാവന ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ശബ്ദമുണ്ട്, അതായത് വാക്കിൻ്റെ പഠനം നടക്കുന്നുണ്ട്, പക്ഷേ അത് അർത്ഥമായിട്ട് മാറുന്നില്ല. അസംഭാവന. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുന്നതാണ് നമ്മൾ അതുകൊണ്ട് അവിടെ ഈ ശ്രവണം കൊണ്ട് ആ അസംഭാവന എന്ന് പറയുന്നത് മാറ്റിക്കിട്ടും. പിന്നുള്ളത് മനനം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിപരീത ഭാവന എന്നുള്ളതാണ്. അവിടെ നമ്മൾ വിപരീത ഭാവന, അതായത് നമ്മൾ ശാസ്ത്രം എത്ര പഠിക്കുന്നു എന്നുണ്ടെങ്കിലും കർത്തൃത്വം എന്ന് പറയുന്നത്, കർത്തൃത്വം ആർക്കും ത്യജിക്കാൻ പറ്റുന്നതല്ല, ഭോക്തൃത്വം ആർക്കും ത്യജിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമുക്കത് ത്യജിക്കും, ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരാൽ ത്യജിക്കുമെന്ന്, അജ്ഞാനിയാൽ അജ്ഞാനം ത്യജിക്കുമെന്ന് പറയുന്നത് മാതിരിയേ ഉള്ളൂ. അതായത് കർത്താവിനാൽ കർത്തൃത്വം ത്യജിക്കുക സാധ്യമല്ല. കർത്താവല്ലാതെ വേറൊരാളെ നമുക്കിട്ട് അറിയത്തുമില്ല. നാം നമ്മെ തന്നെ അറിയുന്നത് കർത്താവായിട്ടാണ്. നമ്മൾ കർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താ സമം ഭോക്താ സമം ജ്ഞാത, 3 ഉണ്ട്, ഒരേ ലെവലിലാണ്. കർത്താവായിട്ട് അറിയുന്നില്ലെങ്കിൽ ഭോക്താവായിട്ട് അറിയുന്നു, ഭോക്താവായിട്ട് അറിയുന്നില്ലെങ്കിൽ ജ്ഞാതാവായിട്ട് അറിയുന്നു. ഇത് 3 അല്ലാതായിട്ട് അറിയാത്തിടത്തോളം കാലം അവിടെ വിപരീത കൽപ്പന എന്ന് പറഞ്ഞു. അപ്പോൾ വിപരീത കൽപ്പന എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിട്ടാണ് അറിയാൻ പറഞ്ഞത്. അയമാത്മാ ബ്രഹ്മ എന്നതിനകത്ത് അഹത്തിനെ ബ്രഹ്മമായിട്ടറിയാൻ പറഞ്ഞു. പക്ഷേ അഹത്തിനെ ബ്രഹ്മമായിട്ടല്ല അറിയുന്നത്, പകരം മറ്റെന്തെങ്കിലുമായിട്ട് അറിയുന്നു. അതായത് ബ്രഹ്മ അപരിമിതമാണ്, അറിയുന്നത് പരിമിതമായിട്ട്. അതാണ് അനപരവും അപൂർവവുമായിട്ടുള്ളതാണ് ബ്രഹ്മം എന്ന്. അങ്ങനെയാണ് അറിയേണ്ടത്. പക്ഷേ നമ്മൾ അറിയുന്നതോ, നമ്മൾ അധുനാ ഉത്പന്നോഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായവൻ ഞാൻ എന്ന് പറയുന്നു. എത്ര കാലം ജീവിച്ചിരിക്കും? ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവൻ. ആ തരത്തിൽ അത് വ്യാപരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണരഹിതം. പൂർവം യസ്യ ന വിദ്യത്തെ, കാരണം കാര്യം, ഈ 2 കാര്യങ്ങളാണ്, ഇത് 2 ഉള്ളത്. ഇത് പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മമെന്ന് പറഞ്ഞു, ബ്രഹ്മത്തിന് കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു.
ബ്രഹ്മത്തിന് കാരണം ഒന്നുമില്ല. ബ്രഹ്മത്തിന് കാരണം ഒന്നുമില്ലെങ്കിൽ അപ്പോഴാണ് അതിനെ അജം എന്ന് പറയുന്നത്, ജനിക്കാത്തത് എന്ന് പറയുന്നത്. അപ്പം അജം എന്ന് പറഞ്ഞാൽ രണ്ടാവാം. ഒന്നെന്ന് പറഞ്ഞാൽ ഉള്ളതാണ് പക്ഷെ ജനിക്കാത്തതാണ്. രണ്ട്, ഇല്ലാത്തതാണ് പക്ഷെ ജനിക്കാത്തതാണ്, ഒപ്പം ജനിക്കാത്തതുമാണ് എന്നും പറയാം. അപ്പോൾ അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മം ഉള്ളതാണ് പക്ഷേ ജനിക്കാത്തതുമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനൊരു പൂർവം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന്. നമ്മളെപ്പോഴും പൂർവം എന്ന് പറയുമ്പോൾ കാരണാഭാവം എന്നുള്ളത് കാണണം. അപ്പം ബ്രഹ്മം അപൂർവം എന്ന് പറഞ്ഞാൽ കാരണരഹിതം, കാര്യകാരണവിലക്ഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ഏതാ? കാര്യം. പിന്നീട് ഈ ബ്രഹ്മത്തിനൊരു വികാരമുണ്ടായി അത് പ്രപഞ്ചമായി മാറിക്കഴിഞ്ഞാൽ ബ്രഹ്മകാര്യം പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഹ്മകാര്യം പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഉള്ളത്? പ്രപഞ്ചം, അല്ലെങ്കിൽ ബ്രഹ്മകാര്യം ജീവൻ. ഇങ്ങനെ രണ്ടെണ്ണമല്ലേ ഉള്ളത്. ഒന്നുകിൽ ബ്രഹ്മകാര്യം പ്രപഞ്ചം, അല്ലെങ്കിൽ ബ്രഹ്മകാര്യം ജീവൻ. ഇനി വേറെ ചിലർ പറയുന്നു അങ്ങനെയല്ല, ഈശ്വരനും കൂടെ ഉണ്ടെന്ന് പറയുന്നു. ബ്രഹ്മമാണ് ഈശ്വരനായിട്ട് വന്നത്. അങ്ങനെ ബ്രഹ്മകാര്യം ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ ഗച്ഛതി ആഗച്ഛതി, പോകുന്നു വരുന്നു, അങ്ങനത്തെ ഒരു ഈശ്വരൻ. പിന്നെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ, സൃഷ്ടി സ്ഥിതി സംഹാരം, പിന്നെ രക്ഷ, ഇങ്ങനെയാണ്. നിഗ്രഹാനുഗ്രഹം, അതിനെ പറയുന്നത് നിഗ്രഹാനുഗ്രഹം. അപ്പോൾ ഉത്പത്തി സ്ഥിതി സംഹാരം നിഗ്രഹം അനുഗ്രഹം പഞ്ച കർമ്മങ്ങളോട് കൂടിയിട്ട് ഈശ്വര സ്വയം അസ്മിൻ ജഗത്ത്, ഈ ജഗത്തിൽ സർവോത്കർഷേണ വർത്തത്തെ, സർവരാലും ആദരിക്കപ്പെടുന്നവരായിട്ട് സർവരെയും ശിക്ഷിച്ചുകൊണ്ട് സർവർക്കും സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചുകൊണ്ടും സർവർക്കും അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നത് മോശമായിട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അവരെ നിഗ്രഹിച്ചും ഒക്കെയായിട്ട് സ്വയം രാജവത്, അല്ലെങ്കിൽ സ്വയം രാജ ഭൂത്വ, രാജ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരാണല്ലോ. അപ്പം സ്വയം, അതുകൊണ്ട് ഈശ എന്നുള്ള പേരോട് കൂടിയിട്ട് ഈശ എന്ന പേരോട് കൂടിയിട്ട് അങ്ങനെ വിരാജത്തെ. അതാരാ? അത് ബ്രഹ്മമാണെന്നുണ്ടെങ്കിൽ നിൽക്കേണ്ടത്, ബ്രഹ്മമാണെന്നുണ്ടെങ്കിൽ മറ്റേ പറഞ്ഞ ഏകമേവാദ്വിതീയം ബ്രഹ്മമാണ്, സജാതീയ വിജാതീയ സ്വഗതഭേദരഹിതമാണ് ബ്രഹ്മം. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ വരുന്ന നിഗ്രഹാനുഗ്രഹങ്ങൾ, ആ ലീലകൾ എന്നാണ് പറയുന്നതെങ്കിൽ കൂടി നിഗ്രഹാനുഗ്രഹങ്ങൾ, പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു ഒന്നാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് മുമ്പ് പറഞ്ഞ ഏകമേവ അദ്വിതീയം ബ്രഹ്മമല്ല, പകരം ബ്രഹ്മകാര്യം എന്ന് പറയേണ്ടി വരും. അപ്പം ബ്രഹ്മകാര്യം എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണവും നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ദേവതകളും ഒക്കെയുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ, പിന്നെ ദേവതകളും ജീവനും അതിൻ്റെ കൂട്ടത്തിൽ, പിന്നെ പ്രപഞ്ചവും. അപ്പോൾ ഇതിനകത്ത് ഈ ദേവതകളെന്ന് പറയുമ്പോൾ ഒന്ന് ജീവന്മാരുടെ കൂട്ടത്തിലെടുത്ത് പെടുത്താം, ഈശ്വരൻ്റെ കൂട്ടത്തിൽ പെടുത്തേണ്ടതില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള സകലരും അതിനകത്ത് പെടുത്താം. ബ്രഹ്മാവിനെ ഈശ്വരനാക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ചിലയിടത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സകൽ ഇതിനുള്ളിൽ ഈ വ്യവഹാരത്തിനുള്ളിൽ കഴിയുന്ന സകലരും ജീവന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ അവിടെ ബ്രഹ്മകാര്യം എന്ന് പറയുന്നത് ഇതെല്ലാമായി തീർന്നു. ലോകമായി തീർന്നു, ജീവന്മാരായി തീർന്നു, ഈശ്വരനായി തീർന്നു, ദേവതകളായി തീർന്നു. ഇനി അല്ലെങ്കിൽ പല പല ഈശ്വരന്മാരായി തീർന്നു, സൃഷ്ടാവായി തീർന്നു, സംഹാരകർത്താവായി തീർന്നു, ഇങ്ങനെ പലതും തീർന്നു. അപ്പോൾ ഇപ്പം ചുരുക്കത്തിൽ എന്താ? ബ്രഹ്മം എന്തായി എന്ന്. അപ്പം പിന്നിപ്പോൾ എന്താ പറയുക? ബ്രഹ്മം എന്ന് പറയുന്നത്, അപ്പം പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യരൂപത്തിലേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രയോഗം ഇവിടെ സാധ്യമല്ലാതെ വരും. അനപരം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരം, പിന്നീട് വരുന്നതിനെയാണ് പരം എന്ന് പറയുന്നത്. അനപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം. പരം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കാര്യത്തിനെയാണ്. അപ്പോൾ കാര്യമായിട്ടത് മാറാത്തതാണ് ബ്രഹ്മം എന്ന്. അതുകൊണ്ടാണ് ന അനപരം ന അപരം, അങ്ങനെയല്ലേ? അനപരം, പരം, അപരം, അനപരം.
അപ്പോൾ അതുകൊണ്ട് അനപരം എന്ന് പറഞ്ഞാൽ പരം എന്നുള്ള അർത്ഥത്തിലേക്ക് കിട്ടി. അപ്പോൾ അപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യരൂപം. ഇതിനെയാണ് അപരമാണ് കാര്യം, പരമല്ല. അപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യരൂപം. അപ്പോൾ അപരം എന്ന് പറയുന്ന കാര്യരൂപത്തിലേക്ക് പോവാത്തത് ആണ് ബ്രഹ്മമെന്ന്. അപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യരൂപമാകുമ്പോൾ അതേതാ? പ്രപഞ്ചം കാര്യരൂപം, അതായിട്ട് മാറാത്തത്. ജീവന്മാർ കാര്യരൂപം, അതായിട്ട് മാറാത്തത്. ഈശ്വരൻ കാര്യരൂപം, അതായിട്ട് മാറാത്തത്. ദേവതകൾ കാര്യരൂപം, അതായിട്ട് മാറാത്തത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത ഒരു ഇതിലേക്ക് ഒരു പോക്കാണല്ലോ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഫൈനലാണ്. രണ്ടാമതൊന്നില്ലാത്ത, സജാതീയ വിജാതീയ സ്വഗതഭേദങ്ങളില്ലാത്ത. അപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എന്താ ശരിക്കും ഈ ശാസ്ത്രം പഠിക്കുന്നതിലൂടെ എന്താണ് പഠിക്കാൻ പറയുന്നത്? പഠിക്കാൻ പറയുന്നത് ഈശ്വരനെക്കുറിച്ച് വെറുതെ സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. നമ്മളൊരു സങ്കല്പം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ പറയാം ഇതാണ് ഈശ്വരൻ, ഈ ഈശ്വരനെ എനിക്ക് മതി. പിന്നെയോ അതാണ് പിന്നെ നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങൾ ഈശ്വരൻ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കേണ്ടുന്ന ഒരു വിഷയമല്ല. ശാസ്ത്രപ്രമാണം ഉള്ള ഒരു വിഷയമാണ് ബ്രഹ്മതത്വം. അതാണ് ശാസ്ത്രപ്രമാണം. അതിനാൽ ശാസ്ത്രപ്രമാണം ഉണ്ടെന്നർത്ഥം. അതായത് സ്വസങ്കല്പം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടെന്ന ഒരു ഈശ്വരപ്രാപ്തിയിലേക്കല്ല പോകേണ്ടത്. പകരം ശാസ്ത്രത്തിലൂടെ വെളിവാക്കപ്പെടുന്ന ഈശ്വരനിലേക്കാണ്. ഈശ്വരൻ എന്നുള്ള വാക്ക് ബ്രഹ്മത്തിൻ്റെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഭേദകൽപ്പന കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ശാസ്ത്രത്തിലൂടെ ശാസ്ത്രത്തിലൂടെ പ്രകടമാക്കുന്ന ഈശ്വരനിലേക്കാണ് നാം തിരിയേണ്ടത്, ശ്രദ്ധ വെക്കേണ്ടത് എന്ന് അങ്ങനെ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശാസ്ത്രയോനിത്വാത് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള പറച്ചിലാണ് തത്തു സമന്വയാത്. എവിടെ? ഈ ഉപനിഷത്ത് അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഉപനിഷത്ത് വാക്യേഷു കിം പ്രതിപാദ്യം എന്ന്. ഉപനിഷത്ത് വാക്യങ്ങളിൽ എന്താ പറയുന്നത്? തത് പ്രതിപാദ്യം. അത് തത്തു സമന്വയാത്തെന്നില്ലേ, അതിനകത്തെ തത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെയാണ്. അപ്പം തത് അതായത് ബ്രഹ്മമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത്. എവിടെ തൊട്ട്? അതാതു ബ്രഹ്മജിജ്ഞാസ തൊട്ട് തുടങ്ങുന്നതാണ്. അപ്പം തത്ത് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതാണ് ഉപനിഷത് അല്ലെങ്കിൽ ശാസ്ത്രവാക്യേഷു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് വാക്യമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉപനിഷത് വാക്യേഷു യദുക്തം തത്ത് ബ്രഹ്മ. അത് തത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മമാണ്. ഇനി ഉപനിഷത്ത് വാക്യങ്ങളിലെ തത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാണ്. ഉപനിഷത്ത് വാക്യങ്ങളിൽ പല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എടുത്തൂടെ? പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പൂർവകാണ്ഡത്തിൽ ദേവതകളെക്കുറിച്ച്, അനേക ദേവതകളെക്കുറിച്ച് പറയുന്നുണ്ട്, അനേക ദേവതാ സ്തുതികൾ പറയുന്നുണ്ട്, അനേക കർമ്മങ്ങൾ പറയുന്നുണ്ട്. ഉത്തരകാണ്ഡത്തിലും അങ്ങനെ എടുത്തോളൂ. ഉത്തരകാണ്ഡത്തിലും അനേക തത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാ തത്വങ്ങൾക്കും ഈക്വൽ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ അങ്ങ് പോയിക്കൂടെ? ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതില്ല. ഉപനിഷത്ത് വാക്യങ്ങളുടെ എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഒറ്റ ഉപദേശത്തിലാണ് അവസാനിക്കുന്നത്. ആ ഉപനിഷത്തിലെ ഉപദേശം എന്താണ്? ആ ഉപദേശം എന്ന് പറയുന്നത് ബ്രഹ്മ തത്വമസി ഭാവയ ആത്മനി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ബ്രഹ്മം എന്നതിലേക്കാണ് എല്ലാ ഉപനിഷത്ത് വാക്കുകളും സമന്വയിച്ചിരിക്കുന്നത്, ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഏത് ഉപനിഷത്ത് എടുത്ത് ചോദിച്ചു നോക്കിയാലും ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് തത്തു സമന്വയാത് എന്ന് പറയുന്നത്.